ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാർമ കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇൻവെൻട്രി, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻവെൻട്രി. ആൻഡ് ഇൻവെൻട്രി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി സം ഓഫ് ദി വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ, fuels and lubricants, spare parts, maintenance consumable, semi-processed materials and finished goods stock of business firm at any point of time. അതായത് ഒരു ഡ്രഗ് സ്റ്റോറിലെ എന്തൊക്കെ ഐറ്റംസ് അവിടെ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും കൂടി വാല്യൂ, അതിൻ്റെ മണിയുടെ സമ്മാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതിൽ ഫ്യൂവൽസ് വരാം, ലൂബ്രിക്കൻസ് വരാം, സ്പെയർ പാർട്സ്, മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്സ്, അതുപോലെ തന്നെ സെമി പ്രോസസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, എല്ലാത്തിൻ്റെയും വാല്യൂ, അതിൻ്റെ സമ്മാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഇൻവെൻട്രി എങ്ങനെ, ഏതൊക്കെ ടെക്നിക്ക് വഴിയാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു ഐറ്റം നമുക്ക് എക്സസ് ആവാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ABC അനാലിസിസ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം, റിവ്യൂ ഓഫ് സ്ലോ ആൻഡ് നോൺ മൂവിങ് ഐറ്റം, ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അനാലിസിസ്, setting up of various level, use of material budgeting, establishing an effective procedure and VED analysis. ആദ്യം നമ്മൾ നോക്കുന്നത് ABC അനാലിസിസ് ആണ്. ABC മീൻസ് ഓൾവൈസ് ബെറ്റർ കൺട്രോൾ. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ടോട്ടൽ ഇൻവെൻട്രിയെ 3 കാറ്റഗറിയുടെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, A, B ആൻഡ് C ഐറ്റം ബേസ്ഡ് ഓൺ ദെയർ കോസ്റ്റ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് A ഐറ്റംസ് എന്താണ്. A ഐറ്റംസ് വളരെ കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. ടോട്ടൽ ഇൻവെൻട്രി, ടോട്ടൽ മെറ്റീരിയൽസിന് 10% A ഐറ്റംസ് ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു കോസ്റ്റ്ലി ആണെന്ന്. അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 70%ഉം A ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിലവഴിക്കും. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് കൺട്രോൾ വേണം. പിന്നെ ഒന്നെങ്കിൽ ഒരു ഡ്രഗ് സ്റ്റോറിൽ അതിൻ്റെ ലോ സേഫ്റ്റി സ്റ്റോക്ക് മതി, A ഐറ്റംസിൻ്റെ എമൗണ്ട് കുറവ് മതി, അല്ലെങ്കിൽ ഇല്ലാതെ ഇരിക്കാം, നോ സേഫ്റ്റി സ്റ്റോക്ക് മതി. രണ്ടാമത് വരുന്ന B ഐറ്റംസ് ആണ്. B ഐറ്റംസ് ടോട്ടൽ ഇൻവെൻട്രിയുടെ 20% കവർ ചെയ്യുന്നു, പക്ഷേ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 20% തന്നെ ടോട്ടൽ ബഡ്ജറ്റിൽ നിന്ന് ചിലവാകും. ദെൻ അതുകൊണ്ട് തന്നെ മോഡറേറ്റ് കൺട്രോൾ മതി, ലോ സേഫ്റ്റി സ്റ്റോക്ക് വേണ്ടി വരും. ദെൻ C ഐറ്റംസ് ചീപ്പർ ഐറ്റംസ് ആണ്. മൊത്തം മെറ്റീരിയൽസിൻ്റെ 70%ഉം C ഐറ്റംസ് ആയിരിക്കും, പക്ഷേ അത് ചീപ്പാണ്. സോ അത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 10% മാത്രമേ നമുക്ക് ചിലവഴിക്കേണ്ടി വരത്തുള്ളൂ. അതുകൊണ്ട് ലൂസ് കൺട്രോൾ മതി, പക്ഷേ ഹൈ സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് മെത്തേഡ് EOQ, ദാറ്റ് ഈസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഈ മെത്തേഡ് വഴി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു ഐറ്റം എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്യണം, ഹൗ മച്ച് ഓഫ് ദ ഇൻവെൻട്രി ഈസ് ടു ബി ഓർഡേഡ്. ആ കറക്റ്റ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ വഴി ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 2 ടേംസ് അറിഞ്ഞിരിക്കുക, ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം പൈസയാവും, അതായത് എന്തൊക്കെ വരും എന്ന് വെച്ചാൽ യൂസ് ഓഫ് പേപ്പർ, ടൈപ്പിംഗ്, പോസ്റ്റിംഗ്, ഫയലിംഗ് ഫോർ പ്ലേസിങ് ആൻ ഓർഡർ. ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ വർക്ക് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്ന എല്ലാ എമൗണ്ടും, സ്റ്റാഫിന് കൊടുക്കുന്ന സാലറീസ് ഉൾപ്പെടെ ഓർഡറിങ് കോസ്റ്റിൽ വരും. ദെൻ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് മീൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ആ സാധനം കിട്ടി അത് സ്റ്റോർ ചെയ്യണം, നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വരെ നമ്മൾ സ്റ്റോർ ചെയ്യണം. അതിന് എന്തൊക്കെ ചിലവ് വരുന്നത് അതാണ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ വരും, റെൻറ്റ് ഓഫ് സ്റ്റോറേജ്, കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ടാക്സസ്, സാലറീസ് ഓഫ് സ്റ്റോർ കീപ്പർ എല്ലാം കൂടാണ്ട് ലോസസ് ഇൻ സ്റ്റോർ ഡ്യൂ ടു പിൽഫ്രേജ്, വേസ്റ്റേജ്, ബ്രേക്കേജ് എക്സെട്ര. എന്തെങ്കിലും വേസ്റ്റേജ് നടന്നാൽ കൂടി അത് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റിലാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇനി EOQ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, 3 മെത്തേഡുണ്ട്. ടാബുലർ ഡിറ്റർമിനേഷൻ ഓഫ് EOQ, ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഓഫ് EOQ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് EOQ ബൈ ആൻ ആൾജിബ്രിക് ഫോർമുല. നമ്മൾ ആദ്യം നോക്കുന്നത് ടാബുലാർ ഡിറ്റർമിനേഷൻ ഓഫ് EOQ ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഒരു ടാബുലാർ അറേഞ്ച്മെൻറ്റിൽ ഡേറ്റ നമ്മൾ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എത്രത്തോളമാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യണം. അതായത് ഒരു ടേബിൾ വരയ്ക്കുന്നു, അതിൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ ഉണ്ട്, ആനുവൽ ഓർഡറിങ് കോസ്റ്റ് ഉണ്ട്, ആനുവൽ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഉണ്ട്. അതായത് ഒരു വർഷം എത്ര തവണ ഓർഡർ ചെയ്യുന്നു. അപ്പം ഒരു വർഷം 12 ടൈംസ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് ആവുന്നു, 6 ടൈംസ് ആണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ എത്ര കോസ്റ്റ് ആവുന്നു. ഇതിങ്ങനെ പലതവണ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കുറവ് കോസ്റ്റ് ഏതാണോ വരുന്നത് അതാണ് നമ്മുടെ EOQ. അത്ര ടൈംസ് ഒരു വർഷം ആ ഐറ്റം ഓർഡർ ചെയ്താൽ നമുക്ക് കോസ്റ്റ് എപ്പോഴും കുറഞ്ഞിരിക്കും. അതാണ് ടാബുലർ ഡിറ്റർമിനേഷൻ ഓഫ് EOQ എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡ് ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഓഫ് EOQ ആണ്. ഇതിൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. X ആക്സിസിൽ ഓർഡർ ക്വാണ്ടിറ്റിയും Y ആക്സിസിൽ കോസ്റ്റ് ടു ഓർഡർ ആൻഡ് ക്യാരി. അതായത്
വൈ ആക്സിസിൽ വരുന്നത് നമ്മുടെ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റിൻ്റെയും കൂടി സമ്മാണ്. അപ്പോൾ നമുക്കൊരു 2 ഗ്രാഫ് കിട്ടും. അതായത് ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റിൻ്റെ ഒരു ഗ്രാഫും കിട്ടും, ഓർഡറിങ് കോസ്റ്റിൻ്റെ ഒരു ഗ്രാഫും കിട്ടും. ഈ 2 ഗ്രാഫും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ ഒ ക്യു എന്ന് പറയുന്നത്. തന്നിട്ടുള്ള ഫിഗർ ബേസ് ചെയ്ത് എ ആണ് ഈ ഒ ക്യു. ഈ എ എന്നുള്ള പോയിൻ്റ് എക്സ് ആക്സിസിലായിട്ട് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു പോയിൻ്റ്, അത്ര എമൗണ്ട് ആണ് ഒരു ഇയർ ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി. അതാണ് ഇ ഒ ക്യു. അതിൽ വരുന്ന അടുത്ത മെത്തേഡാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇ ഒ ക്യു ബൈ ആൾജിബ്രിക് ഫോർമുല. ഇതിലൊരു ഫോർമുല പറയുന്നുണ്ട്, ഇ ഒ ക്യു is equal to സ്ക്വയർ റൂട്ട് ഓഫ് 2AB ബൈ സി എസ്. അതായത് എ എന്ന് പറയുന്നത് ആനുവൽ കൺസപ്ഷൻ, ബി ഇസ് ദ ബൈയിങ് കോസ്റ്റ് പെർ ഓർഡർ, അതായത് നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് തന്നെയാണ്, സി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് എസ് സ്റ്റോറേജ് ആൻഡ് അതർ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ്. ഈ 3 മെത്തേഡ് വഴിയും നമുക്ക് ഇ ഒ ക്യു ഡിറ്റർമിൻ ചെയ്യാം. അടുത്ത മെത്തേഡ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം ആണ്. പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം മീൻസ് പെർപെച്വൽ ആണ്, അതായത് റെഗുലറായിട്ട് നമ്മൾ ഇൻവെൻട്രി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്താലും ഓരോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്താലും അതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അപ്പോൾ ഇതിൽ 3 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്: ബിൻ കാർഡ്, സ്റ്റോർ ലെഡ്ജർ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. അതിൽ ഫസ്റ്റ് വൺ ബിൻ കാർഡ്. ബിൻ കാർഡിൻ്റെ ഫോർമാറ്റ് നമ്മൾ തന്നിട്ടുണ്ട്. ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു റെഡി റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുക. എപ്പോൾ ആര് വന്ന് നോക്കിയാലും എത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഡ്രഗ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ എമൗണ്ട് എല്ലാത്തിൻ്റെയും ഒരു റെഡി റെഫറൻസ് ആണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഇഷ്യൂവിന് ശേഷവും ഓരോ പർച്ചേസിന് ശേഷവും നമ്മൾ ബാക്കിയുള്ള എമൗണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആ എമൗണ്ട് നമ്മൾ ബിൻ കാർഡിൽ കീപ്പ് ചെയ്യുന്നു, ബിൻ കാർഡിൽ എൻ്റർ ചെയ്യുന്നു. അടുത്തതാണ് സ്റ്റോർ ലെഡ്ജർ. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റോർ ലെഡ്ജർ വരുന്നത്. അതിൻ്റെ മോഡൽ തന്നിട്ടുണ്ട്. സ്റ്റോർ ലെഡ്ജർ ലീഫ് കാർഡ്സ് ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ടും പറ്റും, ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനും പറ്റും. ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ ഇഷ്യൂവിന് ശേഷം ഓരോ പർച്ചേസിന് ശേഷം നമ്മൾ ബാലൻസ് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത മെത്തേഡ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുക. അതായത് ഒരു മാസത്തിൽ ഇത്ര തവണ ഇത്ര ഐറ്റംസിൻ്റെ സ്റ്റോക്ക് നമ്മൾ എടുക്കുക, എൻ്റെ എത്ര ടോട്ടൽ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു, മാനുവലായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിനാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ ഈസ് റിവ്യൂ ഓഫ് സ്ലോ ആൻഡ് നോൺ മൂവിങ് ഐറ്റം. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും സ്ലോ ആയിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാത്ത ഐറ്റംസിൻ്റെ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ കുറച്ച് ടേംസ് വരുന്നുണ്ട്. അത് എന്താണ് സ്ലോ മൂവിങ് ഐറ്റം മനസ്സിലാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം പേഷ്യൻസിന് നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് സ്ലോ മൂവിങ് ഐറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഡോർമന്റ് മെറ്റീരിയൽ ആണ്. ദാറ്റ് മീൻസ് ടെമ്പററിലി, അതായത് ഒരു സീസണിൽ മാത്രം അതിൻ്റെ സെയിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഡോർമന്റ് മെറ്റീരിയൽസ്. ഇനി പറയുന്ന ഒബ്സുലേറ്റ് ഐറ്റം. ഒബ്സുലേറ്റ് ഐറ്റംസ് പറയുന്നത് ഒബ്സുലേറ്റ് ആയിപ്പോയ ഐറ്റംസ്, അതായത് യൂസ്ലെസ് ആയിപ്പോയ ഐറ്റം. എന്തുകൊണ്ടൊക്കെയാണ് യൂസ്ലെസ് ആയത്? ഒന്നുകിൽ അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ആയിപ്പോയി, മുന്നേ ഉപയോഗിച്ചിരുന്ന ഡിസൈനും കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഡിസൈൻ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് മാനുഫാക്ചർ മാറിപ്പോയി, അല്ലെങ്കിൽ പ്രോഡക്റ്റോ പ്രോസസ്സോ എന്തെങ്കിലും ചേഞ്ച് ആകുമ്പോഴേക്കും ആ ഐറ്റംസിൻ്റെ മൂവിങ് റേറ്റ് കുറയുന്നു. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഒബ്സുലേറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത്? 3 മെത്തേഡ് ഇവിടെ വരുന്നുണ്ട്: പീരിയോഡിക് റിപ്പോർട്ട്, ഒബ്സുലേറ്റ് ഐറ്റംസ്, മൂവിങ് റേഷ്യോ. ഇതിലെ ഫസ്റ്റ് വൺ ആണ് പീരിയോഡിക് റിപ്പോർട്ട്. അതായത് പീരിയോഡിക്കലി നമ്മൾ റിപ്പോർട്ട് എടുക്കുന്നു. മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി, ഏത് ബേസിസിലായാലും കൺസപ്ഷൻ എത്രയാണ്, പർച്ചേസ് എത്രയാണ് വേണ്ടത്, ബാലൻസ് എത്രയുണ്ടെന്ന് നമ്മൾ പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യുന്നു. അടുത്ത് വരുന്ന ഒബ്സുലേറ്റ് ഐറ്റം. നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഒബ്സുലേറ്റ് ഐറ്റംസ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വഴി ആ ഐറ്റംസ് ഒബ്സുലേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അത് സെയിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അതായത് ഡിസൈൻ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒബ്സുലേറ്റ് ഐറ്റംസ് ഏതാണെന്ന് കണ്ടെത്തി അത് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻവെൻട്രി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മൂവിങ് റേഷ്യോ നമ്മൾ എടുക്കും. ഓരോ ഐറ്റംസിൻ്റെ മൂവിങ് റേഷ്യോ എത്രയാണെന്ന് നോക്കും. സ്ലോ മൂവിങ് ഐറ്റംസിൻ്റെത്, ഡോർമെൻ്റ് ഐറ്റംസ്, ഡെഡ് സ്റ്റോക്ക് എത്രയാണ്, ഇതെല്ലാത്തിൻ്റെയും മൂവിങ് റേഷ്യോ നമ്മൾ പീരിയോഡിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യും. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അനാലിസിസ് ഓർ IO റേഷ്യോ അനാലിസിസ്. ആ പേരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാവും ഇൻപുട്ട് എത്രയാണ് ഔട്ട്പുട്ട് എത്രയാണ്, അതിൻ്റെ റേഷ്യോ എത്രയാണെന്ന് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ ഒരു ഡ്രഗ് സ്റ്റോറിലാണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും, ഔട്ട്പുട്ട് നമ്മുടെ സെയിലായിരിക്കും, അതിൻ്റെ റേഷ്യോ ചെക്ക് ചെയ്യും. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പം എത്ര എമൗണ്ട് ഓഫ് പ്രോസസ്സ്, അതായത് എത്ര എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ റേഷ്യോ നോക്കും. അതിനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടും നമുക്ക് പ്രോപ്പറായിട്ട് ഇൻവെൻട്രി കൺട്രോൾ നടത്താം.
നെക്സ്റ്റ് മെത്തേഡ് സെറ്റിംഗ് ഓഫ് വേരിയസ് ലെവൽ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ പല പല ലെവലായിട്ട് ഇൻവെൻട്രിയെ നമ്മൾ തിരിക്കുന്നു. അതായത് മാക്സിമം സ്റ്റോക്ക് ലെവൽ എത്രയാണ്, റീ ഓർഡർ ലെവൽ എത്രയാണ്, മിനിമം സ്റ്റോക്ക് ലെവൽ എത്രയാണ്, ഡേഞ്ചർ ലെവൽ എത്രയാണ് എന്നുള്ള രീതിയിൽ നോക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് മാക്സിമം സ്റ്റോക്ക് ലെവൽ എത്രയാണെന്നാണ്. അപ്പോൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് the upper limit beyond which the quantity of an item is not normally allowed to rise. അതായത് ഒരു ഐറ്റം നമുക്ക് ഇത്രേ വേണ്ടൂ, ഇതിൽ കൂടുതൽ ഒരിക്കലും ആവാനായിട്ട് പാടില്ല. ആ ഒരു ലെവലാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഇത് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫോർമുല മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം ഡെലിവറി ടൈം ഓർ റീ ഓർഡർ പീരീഡ്. നെക്സ്റ്റ് മെത്തേഡ് മിനിമം സ്റ്റോക്ക് ലെവൽ ഓർ സേഫ്റ്റി സ്റ്റോക്ക്. ഇതിനെ ബഫർ സ്റ്റോക്ക് എന്നും പറയും. അതായത് ഒരു ഐറ്റത്തിൻ്റെ മിനിമം എത്ര ലെവൽ നമ്മുടെ ഡ്രഗ് സ്റ്റോറിൽ ഉണ്ടായിരിക്കുക, ആ ലിമിറ്റിനും താഴെ ഒരിക്കലും ആ സ്റ്റോക്ക് ലെവലിൽ പോകാനായിട്ട് പാടില്ല. അതാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന ഫോർമുല മിനിമം ലെവൽ ഇസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ പെർ വീക്ക് ഇൻറ്റു ആവറേജ് ഡെലിവറി ടൈം. നെക്സ്റ്റ് നോക്കുന്നത് റീ ഓർഡർ ലെവലാണ്. അതായത് ഒരു ഐറ്റം എത്ര എണ്ണം എത്തുമ്പോഴാണ്, എത്ര എമൗണ്ട് എത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യേണ്ടത്, റീ ഓർഡർ ചെയ്യേണ്ടതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഓർഡർ ലെവൽ എപ്പോഴും മിനിമം സ്റ്റോക്ക് ലെവലിൻ്റെയും മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ഫോർമുല റീ ഓർഡർ ലെവൽ ഇസ് ഈക്വൽ ടു മിനിമം കൺസപ്ഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. അടുത്ത് നോക്കുന്ന ഡേഞ്ചർ ലെവലാണ്. അതായത് മിനിമം സ്റ്റോക്ക് ലെവലിനും താഴെ ഒരു ലെവൽ എത്തിക്കായിരിക്കും. നോർമലി സ്റ്റോക്ക് ഒരിക്കലും ഡേഞ്ചർ ലെവലിലേക്ക് പോകാനായിട്ട് പാടില്ല. കാരണം ഡേഞ്ചർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഏത് നിമിഷം വേണോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാം. അപ്പോൾ നോർമൽ സ്റ്റോക്ക് ലെവൽ ഷുഡ് നെവർ ബി അലൗഡ് ടു fall below the minimum stock level. If it reaches the danger level at any point of time, urgent action must be taken to prevent the stock out. Next method material budgeting ആണ്. In this method purchase budget of both the whole and individual item is prepared. നമ്മൾ whole ആയിട്ട് ഒരു ഐറ്റം പർച്ചേസ് ചെയ്താലും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഐറ്റം പർച്ചേസ് ചെയ്താലും അതിൻ്റെ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുവഴി നമുക്ക് പ്രോപ്പറായിട്ട് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെത്തേഡ് സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് ഡിസ്പോസൽ. അപ്പോൾ എന്താണ് സ്ക്രാപ്പ്, എന്താണ് സർപ്ലസ് നമ്മൾ നോക്കണം. സ്ക്രാപ്പ് ഈസ് ദ റെസിഡ്യൂ ഇൻസിഡൻ്റ്ലി ഒബ്റ്റെയിൻ ഫ്രം ദ മാനുഫാക്ചറിങ് പ്രോസസ്. അതായത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇന്ന ഐറ്റംസ് സ്ക്രാപ്പ് ആയിട്ട് വരും, ഇന്ന ഐറ്റംസ് വേസ്റ്റേജ് ആയിട്ട് വരും. അതാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്മോൾ വാല്യൂ ആയിരിക്കും. നമ്മൾ വേറെ പ്രോസസ്സിംഗ് ഒന്നും നടത്താണ്ട് തന്നെ നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടാബ്ലറ്റ് മാനുഫാക്ചറിങ് നടക്കുകയാണ്, ഡെഫിനറ്റ് ആയിട്ടും അവിടെ പൗഡേഴ്സ് അല്ലെങ്കിൽ ഫൈഡ് ഗ്രാന്യൂൾസ് നമുക്ക് വേസ്റ്റേജ് ആയിട്ട് ഉണ്ടാവും. അത് പറയുന്നതാണ് അവിടുത്തെ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർപ്ലസ്. സർപ്ലസ് ഐറ്റംസ് ആർ ദോസ് ഐറ്റം വിച്ച് ആർ നോട്ട് റിക്വയർഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് സ്പോയിൽഡ് റോ മെറ്റീരിയൽസ്, റിജക്റ്റഡ് കമ്പോണൻസ്, ഡിഫക്റ്റീവ് പാർട്സ്, ഒബ്സിലേറ്റ് ഐറ്റംസ്, എക്യുപ്മെൻറ്റ്സ്, എക്സ്പയറി ഡേറ്റ് ഗുഡ്സ്, ഇതെല്ലാം സർപ്ലസ് മെറ്റീരിയൽസ് ആണ്. ഇനി 3 ടൈപ്പ് സ്ക്രാപ്പ് ഉണ്ട്. ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് ആൻഡ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. നമുക്ക് 1 by 1 നോക്കാം. എന്താണ് ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ്? ദ സ്ക്രാപ്പ് വിച്ച് ക്യാൻ ബി പ്രീ ഡിറ്റർമിൻ ഓർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻ അഡ്വാൻസ് ഡ്യൂ ടു ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. അതായത് ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇത് വേസ്റ്റ് ആയിട്ട് ഉണ്ടാവും, ഇത് സ്ക്രാപ്പായിട്ട് ഉണ്ടാവും എന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സ്ക്രാപ്പാണ് ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ടാബ്ലറ്റ് മാനുഫാക്ചറിങ് നടത്തുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഫൈൻ ഗ്രാന്യൂൾസ് ഉണ്ടാവും. അത് നമുക്ക് പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള മാറ്ററാണ്, അത് ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് ആണ്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ്. അതായത് ദി സ്ക്രാപ്പ് റിസൾട്ട് വെൻ മെറ്റീരിയൽസ് എക്സെട്ര ബിക്കം ഒബ്സലേറ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസൈൻ. ഡിസൈൻ ചേഞ്ച് ചെയ്യുന്നത് കാരണം മെറ്റീരിയൽസ് ഒബ്സലേറ്റ് ആവുമ്പോൾ ഉണ്ടാവുന്ന സ്ക്രാപ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. ദി സ്ക്രാപ്പ് റിസൾട്ട് ഫ്രം ദ സബ്സ്റ്റാൻഡേർഡ് റോ മെറ്റീരിയൽ ആൻഡ് പുവർ വർക്ക്മാൻഷിപ്പ് ഇൻ ഹാൻഡ്ലിംഗ് സച്ച് മെറ്റീരിയൽസ്. മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ള വർക്ക്മാൻഷിപ്പ് കുറവാണ്, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും പ്രോപ്പർ അല്ല, അപ്പോൾ ആണ് ഉണ്ടാവുന്ന സ്ക്രാപ്പാണ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. ലാസ്റ്റ് മെത്തേഡ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് VED അനാലിസിസ്. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് അപ്പോൺ ദ യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അതായത് ഒരു മെറ്റീരിയലിൻ്റെ യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ മൊത്തം മെറ്റീരിയൽസിനെ VED ആയിട്ട് ക്ലാസ് ചെയ്യുന്നത്. അതായത് വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ അനാലിസിസ്. എപ്പോഴാണ് നമ്മൾ VED അനാലിസിസ് പ്രിഫർ ചെയ്യുന്നത്? ഒരു ഡ്രഗിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോർമുലേഷൻ അവൈലബിൾ ആകുമ്പോൾ, ഡിഫറെൻറ്റ് ബ്രാൻഡ് അവൈലബിൾ ആകുമ്പോഴാണ് നമ്മൾ VED അനാലിസിസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് 3 ടൈപ്പ് ടാബ്ലറ്റ്സ് ആയിട്ട് കോമൺ ആയിട്ട് അവൈലബിൾ ആവുന്നത്. ഡിസ്പിരിൻ, അനാസിൻ, മൈക്കോപൈറിൻ ടാബ്ലറ്റ്. അപ്പോൾ ഇപ്പോഴും ഒരു ഡ്രഗ് സ്റ്റോറിൽ ഡിസ്പിരിൻ ടാബ്ലറ്റ്സിന് വൈറ്റൽ ഐറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഡിസ്പിരിൻ ടാബ്ലറ്റ്സിന് എമൗണ്ട് കൂടുതലായിരിക്കണം, ഫോളോഡ് ബൈ മൈക്കോപൈറിൻ ടാബ്ലറ്റ്സ്.
ഇത് എസെൻഷ്യൽ ഐറ്റമാണ്, അതായത് ഇതിൻ്റെ എമൗണ്ട് കുറച്ചൊക്കെ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് അനാസിൻ ടാബ്ലറ്റ്, ഇത് ഡിസയറബിൾ ഐറ്റംസ് ആണ്, അത് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചാലായിട്ട് മതി. അപ്പം ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡിസ്പിരിൻ ടാബ്ലറ്റ് വൈറ്റൽ ഐറ്റം, മൈക്കോപൈറിൻ ടാബ്ലറ്റ് എസെൻഷ്യൽ ഐറ്റം ആൻഡ് അനാസിൻ ടാബ്ലറ്റ് ഡിസയറബിൾ ഐറ്റം. ഈ ബേസിസിൽ ഒരു ഡ്രഗ് മൂവിങ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട്, വൈറ്റലാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസയറബിൾ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതാണ് VED അനാലിസിസ്. That's all about inventory control. Thank you.